ദിവസവും മൃത്യുഞ്ജയ പൂജ നടത്തണം. ഒരു ഹോമവും കഴിക്കണം. അവള് ബന്ധം ഒഴിയില്ലാന്ന് തന്നെയാ പറയണല്ലേ? വഴിയില്ലാണ്ടല്ല, കടുങ്കൈ ചെയ്യാൻ മനസ്സനുവദിക്കണില്ല. ശ്യാമള ഇപ്പോഴും ഇവിടൊക്കെ തന്നെയുണ്ട്. പശു വെറുതെ അങ്ങ് ചത്തതല്ല. എന്റെ ഭഗവതി, അത് ആവാഹിച്ച് കർമ്മങ്ങളെല്ലാം ചെയ്ത് പുഴയിൽ ഒഴുക്കിയതല്ലേ? കെട്ടുപൊട്ടിച്ച് വീണ്ടും വന്നിരിക്കുക. ദുർമരണം സംഭവിച്ച അങ്ങനെയാണത്രേ. എവിടെ തെറിച്ചാലും അഴിഞ്ഞു പോരും. ഉണ്ണിയെ അത്ര പെട്ടെന്ന് കൈവിട്ട് പോവില്ലെന്നാ പറയണേ. നീ ഭയപ്പെടണ്ട. പണിക്കരെ പെരിങ്ങോട്ടുകരയ്ക്ക് വിട്ടിരിക്കുക. തിരുമേനിയെ കണ്ട് എന്താ പ്രതിവിധി എന്ന് വെച്ചാ ചെയ്തു കൊണ്ടുവരും. വർഷവും വസന്തവും ഗ്രീഷ്മവും ശിശിരവും വന്നു പോകുന്നതറിയാതെ പ്രേമ തപസ്വിനി നീ നിൽക്കൂ ശിവപ്രേമഗതിൽ. നീ എവിടെയാ പോയത്? അവളിവിടെ ഉണ്ട്. ശ്യാമള, ഞാൻ കണ്ടു. അതുകൊണ്ടോനെ കുഞ്ഞിരാമ, യോഗാധിനായികേ, സർവേശ്വരി, വിദ്യാനന്ദഗിരി, വരാഭയഗിരി, സൗന്ദര്യരത്നാകരി. വീടിന്റെ 4 മൂലയിലും 6 ഇഞ്ച് താഴ്ചയിൽ ഇതോരോന്ന് കുഴിച്ചിടുക. ധന്യോഹം. സ്വസ്തി സ്വസ്തി സ്വസ്തി. ഇത് മതിയാവൂലോ അല്ലേ? തൽക്കാലം ഒരു ശാന്തി, അത്രേ ഉള്ളൂ. ദുർമരണം സംഭവിച്ച പ്രേതാണല്ലോ. ഇനി വീടിന്റെ ഉള്ളിലേക്ക് കയറില്ല. മുറ്റത്തും തൊടിയിലും ഒക്കെ ആളുണ്ടാവും. അതുകൊണ്ട് സന്ധ്യ കഴിഞ്ഞാൽ പുറത്തോട്ട് അധികം ഇറങ്ങണ്ട ആരും. കുഞ്ഞിരാമ, അധികം താഴരുത്. ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. വിവാഹബന്ധം ഒഴിയാൻ ആ കുട്ടി ഒട്ടും സമ്മതിക്കണില്ല അല്ലേ? കരഞ്ഞു പറഞ്ഞു നോക്കി, ഭീഷണിപ്പെടുത്തി നോക്കി, കേക്കണ്ടേ? ഒരു വഴിയുണ്ട്. ഇത്തിരി കടുപ്പാണ്. എന്നാലും മറ്റ് നിർവാഹം ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? എന്താ? മാലിനിക്കുട്ടി മരിച്ചു എന്നങ്ങട്ട് സങ്കല്പിക്ക. അതുകൊണ്ടെന്താ കാര്യം? എന്നുവെച്ചാ മരിച്ച പോലെ കാണുക.
പൊല കുളിക്കുക, പിണ്ടം വെക്കുക, ഉദയക്രിയകൾ ചെയ്യുക എന്ന് വേണ്ട, മരിച്ചുപോയ ആത്മാവിന് വേണ്ടി ചെയ്യാവുന്ന എന്താന്ന് വെച്ചാൽ അതൊക്കെ അങ്ങോട്ട് ചെയ്യുക. ആ കുട്ടി പിന്നെ ഇവിടെ കഴിഞ്ഞുകൂടിയേ പോവുകയെ എന്തായാലും ഒരു കുഴപ്പമില്ല. പെരിങ്ങോട്ടുകര തിരുമേനി പറഞ്ഞു തന്ന ഒരു ഉപായ. എന്ത് ദുഷ്ടത്തര എന്റെ പണിക്കരെ. ആ കുട്ടി ജീവിച്ചിരിക്കുമ്പോ മരിച്ചു എന്ന് പറഞ്ഞ് ഇരിക്കപ്പിണ്ടം നടത്ത്. താൻ എന്റെ കാര്യം നോക്കിക്കൊള്ളണം. ആ ആ ഇളയതിനോടൊന്ന് വരാൻ പറയാ. എന്തായാലും അത് ഉടനെ നടത്തണം. എന്താ ഇവിടെ? കുട്ടി വീട്ടിലേക്ക് പോയിക്കൂടെ? ഇരിക്കപ്പിണ്ടം വെക്കാനാ പോണേ. എന്നുവെച്ചാ കുട്ടി മരിച്ചു പോയെന്ന് സങ്കല്പിച്ച് ശേഷക്രിയകൾ നടത്തുക. മരിച്ചതിന് തുല്യ അത്രയാ അത്. മിലിറ്ററിക്കാരൻ അയാൾ വന്നു. ഇന്ന് രാവിലെയാണ് അത്ര എത്തിയത്. അതിനെന്താ, ഞാൻ ഈ നാട് വിട്ടു പോണോ? അവളുടെ അമ്മയുടെ സ്ഥാനത്താണ് നീ ഇവിടെ ഉള്ളത്. അവൾക്കൊരു തെറ്റ് പറ്റിയാൽ അത് തിരുത്തി കൊടുക്കേണ്ട ചുമതല നിനക്കുണ്ടായിരുന്നു. അത് നീ ചെയ്തോ? ഞാൻ പറഞ്ഞതാ, അച്ഛനോടും പറഞ്ഞു. അവസാനമായപ്പോ അവൾക്ക് ഈ ബന്ധം താല്പര്യമായിരുന്നു. ഒരു തെണ്ടി ചെറുക്കനോടാണ് അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നടത്തി കൊടുക്കുമായിരുന്നു. പുത്തൻപുറക്കാർ നിർബന്ധിച്ചാൽ പറ്റില്ല എന്ന് പറയാൻ നാവ് വഴങ്ങില്ല. ഓ, പഴയ ഉപ്പും ചോറിന്റെയും രുചിയല്ലേ? അത് അച്ഛനും മുത്തച്ഛനും കാണിച്ചാൽ മതി. ഞങ്ങൾക്കതില്ല. അതിന്റെ പേരിൽ അവളുടെ ലൈഫാണ് അച്ഛൻ സ്പോയിലാക്കിയത്. സംഭവിച്ചു പോയതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മാപ്പ് ചോദിക്കാം. തെറ്റ് പറ്റിപ്പോയി. അച്ഛൻ അറിയൂ എന്തൊക്കെ ആഗ്രഹത്തോടെയാണ് ഞാൻ വന്നതെന്ന്. എന്റെ ശ്രീകുട്ടിയെ കാണാൻ പോലും ഞാൻ കൊതിച്ചില്ല. പക്ഷേ എന്റെ മാലു ഒരു ഭാര്യയായി സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ എന്റെ പെട്ടി നിറച്ച് അവൾക്കും ഭർത്താവിനുമുള്ള സമ്മാനങ്ങളാണ്. ഇവിടെ വന്ന് കയറുമ്പോ എന്റെ ശ്രീകുട്ടിയേക്കാൾ മുമ്പിൽ അവൾ ഉണ്ടാകുമെന്നാണ് കരുതിയത്. അതുപോട്ടെ, അവൾ അവിടെ കിടന്ന് നരയിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും അച്ഛനത് എങ്ങനെ സഹിച്ചു? ഒരു ദേഷ്യത്തിനെല്ലാം തകർത്തെറിഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് പോരാൻ എളുപ്പമാണ്. എന്നിട്ടോ എനിക്കവനെ കാണണം, ആ പട്ടിയെ.